ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇൻട്രോ എടുക്കണ രണ്ടാമത്തെ ദിവസമാണ്. നമ്മളൊരു കിടില സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ കാലത്തിന് ശേഷമല്ലേ വ്ളോഗ് വരുന്നത്. ഇന്നലെ ഒന്നും വ്ളോഗ് എടുക്കാൻ ടൈം കിട്ടിയില്ല. ഞാൻ രാത്രി മുതൽ തിരക്കായിരുന്നു, പാക്കിങ് അത് ഇത് ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇന്നിപ്പോൾ ടൈം എത്രയായി? 10:46. നമ്മളിപ്പം ഫുഡ് വാങ്ങണമല്ലേ പന്നൂര്. രാവിലത്തെ ഫുഡ് കഴിച്ചു, ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു. അത് കഴിച്ച് അടുത്ത പന്നൂരിൽ ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങണം. ഡെയിലി വ്ളോഗ് ആയിരിക്കും അല്ലേ, ഒന്നായിട്ട് ഇടാനുള്ള ശേഷി നമുക്കിപ്പോൾ ഇല്ല. നമ്മൾ അങ്ങനത്തെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് സർപ്രൈസ് ഡെയിലി വ്ളോഗ് ആകുമ്പോൾ ഓരോ ദിവസങ്ങൾ കാത്തിക്കണം എന്താ വരുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ആരൊക്കെയുള്ളത്? മിസ്റ്റർ അദ്നാൻ അലി, അതുകൊണ്ട് തന്നെ സെറ്റ്. അപ്പോൾ നമ്മൾ 4 ആളാണ്. ശരിക്കും എത്ര ആളതിന്? 6 ആളതിന് പ്ലാൻ ചെയ്തിന്. ഇല്ല, ഗൈഡിനെ ഒഴിവാക്കി. ഗൈഡില്ലാണ്ട് 6 ആളുള്ളൂ. 6 ആള്. ബാസിത്ത് സപ്പോർട്ട് അങ്ങനെ. ബാസിത്ത് എന്തേലും കാരണം ഇപ്പൊ ബാസിത്ത് എന്തായിരുന്നടാ അതിനെ വരാൻ കാരണം? വരാതൊക്കെ പനി. ബാസിത്തിന് ലാസ്റ്റ് മിനിറ്റിൽ ഒരു പനി വന്ന് ഓൻ ക്യാൻസൽ ആക്കി. ഓന് 3 ദിവസം മുന്നേ ക്യാൻസൽ ആക്കിയില്ലേ. പിന്നെ സഫർ ചെയ്യാൻ മെയിനായിട്ട് വരണ്ടീന്. അതിനകത്ത് മുഖം കണ്ടറിയാ എത്രത്തോളം ദേഷ്യമുണ്ട് വരാത്തതിന്. കാരണം തലേന്ന് അതന്നെ അവന് കോഴിക്കോട് ജസ്റ്റ് ഒരു കുബാബ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയി. മന്തി കഴിച്ചു, ഫുഡ് പോയ്സൺ അടിച്ചു. ആളില്ലാന്നാ പറഞ്ഞത്. നമ്മൾ മാക്സിമം നോക്കി. അതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റ് ഒന്നും കൂടി ചെറുതായിട്ട് ചെറിയൊരു ഹൈക്ക് വന്ന് കുഴപ്പമില്ല, നമ്മൾ പോകും. എന്നാലും പോകില്ലേ. അപ്പം നമ്മൾ 4 ആൾക്കാരാണല്ലേ. പിന്നെ നമ്മളെ ഗൈഡ് ഓണായാലോ. പിന്നെ ട്രിപ്പിന് ഒരാളൂടി വരാണ്ട്, ഗൈഡാണ്. പക്ഷെ നമ്മളെ കോളേജ് ട്രിപ്പ് ഉണ്ടായ, മണാലി ട്രിപ്പ് ഉണ്ടായ ഇപ്പോൾ ഡൽഹിയിൽ നിന്നല്ലേ, നാളെ ഡൽഹിയിൽ നിന്ന് ഉണ്ടാവും. പിന്നെ ഈ ഫുഡ് വാങ്ങുമ്പോൾ കാണാം അല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് വാങ്ങണ സ്ഥലമല്ലേ, പൻവേലിൽ നമ്മൾ ഓർഡർ ചെയ്തതാണ്. ഇനിയിപ്പോൾ പോയി നോക്കാല്ലേ. പൻവേലെത്തി. നമ്മൾ ഫുഡിൻ്റെ ആളെ കാണുന്നില്ലല്ലോ. ഫുഡിൻ്റെ ആളെവിടെ പോയി? അതാണോ നോക്ക്. മൂപ്പരാണോ? മൂപ്പരേക്കും ഇതാ ഡെലിവറിയാ. ഇതാ ഇയാള്. ബൈ അതിനാണ് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പം ഫുഡ് കിട്ടി. ഇനി തണുത്തെള്ളം വാങ്ങണ്ടേ? പൺവേ. ഓക്കെ. സാധനം ഏതോ ബ്ലാസോ എന്നൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞില്ലേ? സെറ്റല്ലേ? ഇതിനി ഭോഗിയതേനി. അതന്നെ S2. പിടിച്ച ഗൈസ്, അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. എവിടെ? ഹസ്രത്ത് നിസാമുദ്ദീൻ എത്തിയിട്ടുണ്ട്. അതാ ബോർഡ് പോകുന്നു കറക്റ്റ് ടൈമിൽ. ഒക്കെ ചത്തിരിച്ച് റൂമിൽ റൂം കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണം. ഓക്കെ, ഗുഡ്. പോലീസുകാരൊക്കെ പോകുന്നുണ്ട്. എത്തി നമ്മളെത്തി. ഹസ്രത്ത് നിസാമുദ്ദീൻ. ഇനി നമുക്ക് എക്സിറ്റ് കണ്ടുപിടിക്കണം, റൂം കണ്ടുപിടിക്കണം, ഫുഡ് കണ്ടുപിടിക്കണം, ഒക്കെ കണ്ടുപിടിക്കണം. എന്തൊക്കെയോ കണ്ടുവെച്ചല്ലേ. എത്തണം, നടക്കണം. 600 മീറ്റർ അങ്ങനെ നടക്കണ്ട. ബാധിക്കല്ലേ? പറയുന്നത് കേൾക്കണ്ടാവും. ഫുൾ അനൗൺസ്മെന്റാ. നമ്മളെത്തിയ ടൈം ഇതാ 5:57. ഒരു അരമണിക്കൂർ മാത്രമല്ല ലേറ്റായി.
പെരും പോക്ക ട്രെയിൻ പോയി, എവിടെയും നിർത്തിയില്ല. റൂം കിട്ടി ഗൈസ്. ഏതായാലും ഇതിൻ്റെ പേരെന്തായാലും കേരള ഹോം സ്റ്റേ അല്ലേ? കേരള ഹോം സ്റ്റേയിൽ റൂം കിട്ടി. ഇനിയിപ്പം ഫുള്ള് ബില്ല് എടുത്ത് റൂമൊന്ന് കണ്ട് ഓക്കെ ആണ്, കുഴപ്പമില്ല. ബാത്റൂം ഉണ്ടോ? അല്ലല്ലോ. ആ കുഴപ്പമില്ല, ഇതേ കിട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു റേറ്റ് ഇനിയിപ്പോൾ കഴിഞ്ഞ് ഫുഡ് എന്താ ചെയ്യുക? ശരിയാക്കണമല്ലോ, വിശക്കുണ്ട്. ഫുഡ്, ബാത്റൂം, കുളിക്കണം, ഒന്ന് കിടക്കണം, ഉച്ചക്ക് പള്ളിയിലും പോകണം, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഗൈസ്. അപ്പം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ഫുഡ് കഴിക്കുക, ഫ്രഷായി കുളിച്ച് മാറ്റി, എല്ലാവരും കുളിച്ച് മാറ്റി ഫ്രഷായി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ച് വന്നിട്ട് ഉറങ്ങണം. വേറൊന്നുമില്ല, നമ്മളെ ഗൈഡ് വന്നുകൊണ്ടിരിക്കുകയാണ്, വന്നിട്ട് വേണം. ചായ കിട്ടി. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഇവിടുത്തെ ഒരു ഫുഡ് ആർക്കും ഒന്നും അങ്ങോട്ട് പറ്റണില്ല, റോഡ് സൈഡിലുള്ള ഫുഡായതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്യുക. ചായ മാത്രം പുറത്തുനിന്നാക്കി. അപ്പോൾ ഗൈസ് നമ്മൾ ബ്രെഡും പീനട്ട് ബട്ടറും കുത്തിക്കയറ്റി നമ്മളിതാ പോവാണ്. എവിടേക്കാ, എന്തായിരുന്നാണ് സ്ഥലത്തിൻ്റെ പേര്? എന്തോ ഒരു ടൂം, ഹുമയൂൺ ടൂം. അവിടേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മണാലിയിൽ വന്നപ്പം ഡൽഹി കറങ്ങിയപ്പം ഇത് കണ്ടില്ല. മിസ്സാക്കിയ സ്ഥലങ്ങൾ നമ്മളിന്ന് കാണും. അതാണ് നമ്മളെ ഒരു പ്ലാൻ. എല്ലാവരും സെറ്റാണ്. ലോഗിനുള്ള സാധനങ്ങൾ സെറ്റ്, പവർ ബാങ്ക്, ചാർജർ ഒക്കെ റെഡിയാണ്. ഇനി നടക്കുകയാണ് നമ്മൾ 2.5 കിലോമീറ്റർ, അതായത് അരമണിക്കൂർ നമ്മൾ നടക്കും. നടന്ന് സ്ഥലത്തി അവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പള്ളിയിലെത്തണം. പള്ളിയിലേക്ക് ഇവിടുന്ന് 3 മണിക്കൂർ നടക്കാണ്ടെന്നാണ് കണ്ട്. നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കിലോമീറ്റർ? 1.4 കിലോമീറ്റർ. എന്താണ് ഈ നാടിനെ, ഈ ഒരു ഏരിയനെ പറ്റി, നാടല്ല ഏരിയനെ പറ്റി പറയാനുള്ളത്? സെൻസർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയാണ് അടിപൊളി സ്റ്റേറ്റ്. ഇവിടെ ഫ്രീ സീറ്റ്, പഠിക്കാൻ ഫ്രീ സീറ്റ്, ഫുഡ് എല്ലാം തരാന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് വരരുത്. ഡൽഹിയിൽ നിന്ന് പഠിക്കാന്നാണ് അത്ര സുഖമുള്ള പരിപാടി. ഇപ്പോഴാണെന്ന് സമാധാനമായിട്ടുള്ള ഇത് ഫുട്പാത്തെങ്കിലും കണ്ടേ. ഒരുത്തൻ നല്ലൊരു മനുഷ്യൻ തെറിപ്പിച്ച് തന്ന് റോട്ടിൽ പോകുമ്പോ നന്നായി വരും ആ മകൻ. പോസ്റ്റും ബസ്സും ഒക്കെ ഉണ്ട്, എന്തിനാന്ന് അറിയില്ല. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിലോ 2 കൂട്ടിമുട്ടിക്കാൻ പോകുന്നേക്കും കാണുക. ഇവിടെയൊക്കെ വെറുതെ കാല് ബസ് നിർത്തിയിട്ടുണ്ട്. സ്ഥലല്ല, അത് തന്നെ. നമ്മൾ നടന്നു പോകണം. ഇത് നല്ല ഓട്ടോസ് വിളിച്ചാൽ തന്നെ പൈസയും പോവും, നല്ല ടൈമും പിടിക്കും. നമ്മളായതുകൊണ്ട് നല്ല റേറ്റ് കൂട്ടും. 100 റുപ്യ ഉള്ളടത്ത് 200 പറയും, 200 ഉള്ളവർ 500 പറയും. അതിനും പേര് ഇങ്ങനെ പോണേക്ക് വന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ വയൽ വെച്ച് കാണാം. അപ്പോൾ നമ്മൾ ഹ്യൂമിങ് ഫാമിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാണ്. ചില്ലറല്ല കയ്യിലല്ലേ, എന്താക്കും നോക്കാം. മാജി എന്താണ് പറയാനുള്ളത് ഇത്രയും ദൂരം നടന്നതിനെ പറ്റിയിട്ട്? നല്ലൊരു എക്സ്പീരിയൻസ്. അപ്പം അങ്ങോട്ട് ചെയ്യുവേ, എവിടേക്കാന്ന് പറഞ്ഞില്ല. ഓക്കെ, അതിമനോഹരമായ സിറ്റിയാണ് ഡൽഹി എന്ന് പറയുന്നത്. വൃത്തി എന്ന് പറഞ്ഞാൽ 100ൽ 101. പക്ഷെ അടി നോക്കി നടക്കരുത്, മുകളിൽ നോക്കി നടന്നാൽ നല്ല വൃത്തിയാണ്. സത്യം. നമ്മൾ പിന്നെ അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്താ ഇതിൽ പൈസ ഇടണമെന്ന് പറഞ്ഞു? ജിപേ സ്കാൻ ചെയ്ത് എന്തെങ്കിലും കിട്ടുമോ? എന്താ ഹുമായൂൺ സ്റ്റോം അങ്ങനെന്തോ ആണ് പറയാ. അപ്പം എന്തായാലും ഉള്ളിൽ കയറിയിട്ട് കാണാം. ഇനി ബാക്കി കുറേ പിക്ക് എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ വരികയാണ് അല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ കയറി കയ്യിൽ ചില്ലറില്ലാത്തതുകൊണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് സെറ്റാക്കി കയറി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ പറയാ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല, ദൂരത്തുനിന്ന് എങ്ങനെ കാണിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പോയേക്കാം എന്തായാലും. അപ്പോൾ നമ്മളതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റാണ്. നമ്മൾ വരാത്ത സ്ഥലങ്ങളല്ല, അത് മിസ്സാക്കിയ സ്ഥലങ്ങൾ. സമാധാനത്തിൽ നമ്മൾ 4 ആളും, ആൾക്കാരും കുറവ്. നമ്മൾ പിടിച്ചു പറിക്കാൻ ആരുമില്ല, കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കയറാൻ വലിയ വേണ്ട. ബ്യൂട്ടിഫുൾ. എല്ലാവരും ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യണം. ഇങ്ങനെ വരണോ, കുറച്ച് പേരെ വെച്ച് മിനിമം ഒരു 6 പേര് അങ്ങനെയൊക്കെ വെച്ചിട്ട് വന്നാൽ മതി. 10ന് മുകളിലൊന്ന് പോകാൻ എന്ത് വൃത്തിക്ക് സുഖമായിട്ട്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. കാരണം ഇവിടെ ഇപ്പൊ തിരക്കില്ല, ഒന്നുമില്ല, സമാധാനാണ്. അതന്നെ വരണം. ഇത് വരാത്തവർക്ക് ഒരു പടമായിരിക്കട്ടെ, വരാത്ത പ്രത്യേകിച്ച് 2 ആൾക്കൊരു അല്ല 3 ആൾക്കൊരു പടമായിരിക്കട്ടെ. 3ാമത്തെ ഒരാൾക്ക് കഴിയാത്തോണ്ടാണ്. എന്നാലും ആദ്യം ശാമ്പിക്കണം, കുഴപ്പമില്ല, ഒന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ഫേറ്റ് ആണെന്ന് പറയാം. അതെ അതെ അതെ. ഇനിയിപ്പോ നമുക്ക് ഉള്ളിൽ കയറി നോക്കാം എന്താ അവസ്ഥ. ഒരു താജ്മഹൽ സെറ്റപ്പ് തന്നെയല്ലേ ഒരു ഇത്. എൻട്രി കഴിഞ്ഞൊരു ഇത് ഒരു സെറ്റപ്പ്. പക്ഷെ ഇവിടെ കുറെ ഇത് ഉണ്ട് കേട്ടോ. എടാ ഇത് കുറച്ചുകൂടി വൃത്തിയുള്ള സ്ഥലം. ഇത് ഇങ്ങനെ മിസ്സാക്കി, ഇത് മിസ്സാക്കാൻ പാടില്ലേ ഇത്. ഓ പാക്കേജർ, കോർഡിനേറ്റർ, ന്യൂബി, എഡിറ്റർ, വ്ളോഗർക്കും ക്യാമറമാൻ അല്ലേ. അപ്പോൾ നമ്മള് ട്രിപ്പ് നാവൽ ഉള്ളി. നമ്മളിതാ അടുത്ത മെയിൻ സ്ഥലത്തേക്ക് കയറാൻ പോവാണ്. അലിയേട്ടാ പാറി സ്പീഡിലായിട്ട് പോകണ്ടല്ലോ. അതന്നെ താജ്മഹലിന് കുറച്ച് വ്യത്യാസം. നമ്മളെ ഫസ്റ്റ് ലൊക്കേഷനിലെത്തി ഗായ്സ്. ഓ മൈ ഗോഡ്, ഇപ്പോൾ വീണിട്ടോ. രസമുണ്ട് കേട്ടോ. ഇത് മിസ്സായതാണ്, സംഭവം മിസ്സായതാണ് അന്ന്. സംഭവം ഇതാണ്, വൃത്തിയുണ്ട്. നമ്മൾ മിസ്സാക്കിയത് തന്നെയാണ് അന്ന് സത്യം പറഞ്ഞാൽ. ഇത് ട്രിപ്പിന് നമ്മളിവിടെ വന്നവർ കാണുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മളിവിടെ വന്നിരുന്നെങ്കിൽ ഇങ്ങനത്തൊക്കെ കിട്ടുമായിരുന്നു, കാണാമായിരുന്നു. അപ്പോൾ വൃത്തി സ്ഥലം, പിക്കെടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ചിലപ്പം അന്ന് വന്നിരുന്നെങ്കിൽ നല്ല തിരക്കാണെങ്കിൽ നടക്കൂല. അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും കേട്ടോ, അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. നമ്മളതാ കയറും. ഓ ഇതെന്തൊരു കുത്തനുള്ള സ്റ്റെപ്പോ. ഇത് ക്യാമറയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, കുറച്ച് സീനാണേ. ഓ എൻ്റെ മോനെ. അല്ല നമ്മളെന്തായാലും ഇതിൻ്റെ ട്രിപ്പിൾ ഇല്ല ഒന്നുമില്ല, സർപ്രൈസാണ്, എല്ലാം സർപ്രൈസാണ്. എൻ്റെ മോനെ സംഭവതാണ്. താജ്മഹലിന്റെ കോപ്പി ഇടിയാ തന്നെ കാണാൻ രസമുണ്ട്. നമ്മളുടെ അതിനാണല്ലേ ഇവിടെ മമ്മക്ക് എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ക്യാമറ മുറ്റിക്കണോ? പ്രൊമോഷൻ അതിൻ്റെ ഇടയിൽ കൂടി. അതാ ഫ്ലൈറ്റ് പോകുന്നു. അതാണ് രസമുണ്ട് സംഭവം. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ ഉണ്ടോ? ഇല്ലല്ലോ. എടാ നല്ല വൃത്തിയുണ്ട് സ്ഥലോ. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ സ്ഥലം കാണാം, കുറച്ച് പിക്ക് കൊടുത്തിട്ടൊക്കെ അടുത്ത ഇതിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ പിക്കൊക്കെ എടുത്ത് സെറ്റാക്കിയാണ്. ഇനി ഇങ്ങനെ പോവാണ്. പോയി അടിയിൽ അടുത്ത സെക്ഷനിൽ പിക്ക് എടുക്കാൻ പോവാണ്. നമ്മൾ കഴിയുന്നില്ല. 2 ഏക്കർ. ഏതാ? അവിടെയൊക്കെ ആ മൂലക്കലേക്ക്, അവിടെയൊക്കെ ആ അറ്റത്തൊക്കെ പോകാനുണ്ട്. എന്തായാലും രസമുണ്ടെങ്കിൽ വ്ളോഗിലുണ്ടാവും, രസമില്ലെങ്കിൽ നമ്മൾ പിക്ക് എടുത്ത് അവസാനിപ്പിക്കും. കാരണം മാക്സിമം ഷോർട്ടാക്കിയാലേ നാളെയും മറ്റന്നാളും കിടിലം വരുള്ളൂ.
ഗൈസ് അപ്പോൾ നമ്മളെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് കുഴഞ്ഞില്ലേ, ക്ഷീണിച്ച് 2 ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് എല്ലാവരും. ഞാൻ പിന്നെ എപ്പോഴും ഹലോ ഗൈസ്, ഇന്ന് വന്നിരിക്കുന്നത് ഉമിയൻ ടോംബാണ്. അത് 1562 ജനിച്ചത്. അപ്പോൾ ഇവിടെ പണിയെടുത്തത് ഹുസൈൻ ക, സുബൈർ ക ആൻഡ് നിസാം കെയാണ് മെയിനായിട്ട് ഇതാക്കിയത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് നിസാമുദ്ദീൻ എന്ന പേര് അങ്ങനെ. നിസാമാക്കയാണ് മേസ്തിരി ആയിട്ട് ഇത് പണിയെടുത്തത്. ഓക്കെ, അവർക്ക് ആലോചിച്ച് നോക്കി. ഓക്കെ, അപ്പോൾ നിസാം ക എല്ലാവർക്കും നമ്മുടെ മെമ്മറീസ്, നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. നമ്മൾ രാത്രി ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ നിങ്ങൾ കമൻറ്റിൽ ഇപ്പോൾ തന്നെ ഗസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ് അപ്പം പ്ലാനുകൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്തിയില്ലേ? മൂപ്പര് പറഞ്ഞ ഫുഡിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 7 കിലോമീറ്റർ. അത് നടക്കാനുള്ള ആരോഗ്യം നമുക്കില്ല. കാരണം വെയിലും ചൂടും പുകയും കാരണം മാത്രമാണ്. കാരണം നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം വേറെയാണ്. അപ്പോൾ ഇത് ഒന്നുമല്ല, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഇപ്പം എനർജി കളയേണ്ടതെന്നും ഈ ചൂടും പുകയും ഡൽഹി പൊല്യൂട്ടഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ പ്ലാന് ചേഞ്ച് ചെയ്ത പള്ളിയിൽ പോകാനൊരു ഒരു പള്ളിക്ക് ഒരു ഒതന്റിസിറ്റി കിട്ടുന്നില്ല. ഇവിടെ ഈ പരിസരത്ത് അത് മാത്രമേ ഉള്ളൂ അല്ലേ? ആണെങ്കിൽ എന്തൊക്കെ ഒരു ആൾക്കാരാണ്, ലൂട്ടാനും വേണ്ടി നടക്കുന്ന, ഇതിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്. അപ്പോൾ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ സ്കിപ്പ് ഇട്ട് മലയാളികളായിരിക്കുമല്ലോ അത് ക്രോസ് ചെയ്യണ്. ആ ഡ്രസ്സിങ് നമ്മളതാണ് ആണല്ലേ? മലയാളികളൊക്കെ ഇഷ്ടം പോലെ മലയാളികളുണ്ട് കേട്ടോ. വന്നേരല്ലോ. പിന്നെ ഫുള്ള് കാസർഗോഡ് ഉണ്ട് ഡൽഹിയിൽ. ഇപ്പോൾ എന്താ അറിയില്ല. അപ്പം അങ്ങനെ ഇതാ ഫുഡ് മേടിച്ചാണ്. ഫുഡ് എന്തൊക്കെയോ കാട്ടി മേടിച്ച് സെറ്റാക്കി ഇനി വീട്ടിൽ പോയി തിന്നട്ടെ അല്ലേ? വിശക്കണ്. വീട്ടിലെത്തി പൈസ. അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി പോകുന്നതെന്ന് വെച്ചാൽ മെട്രോയിലേക്കാണ്. മെട്രോന്ന് ബസ് കിട്ടുന്ന അവിടേക്ക് പോകണം. അവിടെ നിന്ന് ബസ് കയറുക, അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ്. 12 മണിക്കൂറിൻ്റെ അവിടേക്ക്. അപ്പോൾ അതാ എന്നാലും ഒരു പനി ചെറുതായിട്ടുണ്ട്. അതാണ് ഇങ്ങനെ കുറച്ച് ഡൗൺ. പനി എന്ന് പറഞ്ഞാൽ ജലദോഷം തോന്നുന്നു. അപ്പം ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു ചായ കിട്ടാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. ഫിൽറ്റർ കോഫി ഇട്ടാടില്ല. മജിയെ മുടല്ലേ? മജിയെ മുടല്ലേ? നമ്മളെ പുതിയ ആൾ വന്നിട്ടുണ്ട്. നമ്മളെ ഗൈഡ് മണാലിക്ക് നമ്മളെ ട്രിപ്പിൻ്റെ ആൾ ഇപ്പം ജോയിൻ ചെയ്തു. അപ്പോൾ ഇനി ഓണാണ്. ഇനി നമ്മൾ തപ്പി പിടിക്കലില്ല. അപ്പം ബസ്സിൽ കയറുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ 8:30 ട്രെയിന്. നമ്മൾ കുറച്ച് നേരത്തെ പോയി. 1.5 മണിക്കൂർ നേരത്തെ പോയി. 1.5 മണിക്കൂർ കുറച്ചുകൂടി നേരത്തെ ആയി പോയി. അപ്പോൾ നമ്മളിനി ഇതാ ഇവിടെ ഇതെടുക്കുകയാണ്. നൂഡിൽസ്, ചായ കുടിച്ചു. ചായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഇനി നൂഡിൽസ് ഓർഡർ ആക്കിയാണ്. കട്ട് ചെയ്യണോ? അങ്ങനെ നൂഡിൽസ് ഓർഡർ ചെയ്തു. ഇനി നമ്മൾ ഇതാണ്ടോ കോർഡിനേറ്റർ. ഇത്രയും നേരം നമ്മൾ എങ്ങനെയൊക്കെ തപ്പിത്തിരിഞ്ഞാണ് വന്ന് ഇപ്പോഴാണെന്ന് നേരായ മാർഗത്തിലേക്ക് എത്തി. പ്രീ കോർഡിനേറ്റർ ഒതന്റിക്കേനി. അതായത് 1 കിലോമീറ്റർ നടക്കണ്ട 5 കിലോമീറ്റർ നടത്തിച്ച്. എന്താ പറയാ, അത് പ്രീ സർപ്രൈസ്. അടുത്ത പ്രാവശ്യം റെഡി ആവും. അത്ര ഇപ്പൊ പറയുള്ളൂ. നമ്മളെ മാഗി അവിടെ റെഡി ആവുന്നുണ്ട്. നമ്മൾ അടുത്ത മാഗി പറഞ്ഞില്ലേ, ഒന്ന് തിന്നപ്പോ നമുക്ക് എന്തോ അതിന് ഭയങ്കര ക്രഷ് സാധനം അടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇനി അതും കഴിച്ച് ടൈം അങ്ങോട്ട് നീങ്ങണില്ല. ഡിലേ പറഞ്ഞോളൂ. ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. അപ്പം നമ്മള് ബസ് കയറി. ഇപ്പോഴാണ് ബസ്. ഇപ്പൊ ടൈം എത്രയായി? ടൈം 9:31. 8:30 വരേണ്ട ബസ്. അത് പറയാനായിട്ടില്ല. 8:30 പോകേണ്ട ബസ് 9:30 വന്നത്. എന്നാലും കുഴപ്പമില്ല, 1 മണിക്കൂറിൽ ലേറ്റ്. അത് സ്റ്റാൻഡിനുള്ളില്ല. സ്റ്റാൻഡിലൊക്കെ നിറച്ച് ബസ്. അവിടെ ചൂടും ഇതിനുള്ളിൽ കയറിയപ്പോൾ നല്ല സുഖം. തണുപ്പ്, ഇൻഡോ സീറ്റും ഒക്കെ കിട്ടി. സെറ്റാണ്. ഇനി പോവാ. രാവിലെ 12 മണിക്കൂർ യാത്ര. അടുത്തുമ്പോ അതും മുതൽ 12 മണിയൊന്നുമില്ല, 12 മണിയോ 12 മണിക്കൂർ ആണ്. 12 മണി അല്ല, 12 മണിക്കൂർ ഏകദേശം 10, 11, 12, 1, 2, 3, 4, 5, 6, 7,
ആ 12 മണിക്കൂറിലുള്ളൂ. എടാ മണ്ട 12 മണിക്കൂർ കൂട്ടാൻ അറിയില്ലേ? 11 മണിക്കൂർ. അപ്പോൾ 8-8:30 രാവിലെ ആകുമ്പോഴത്തും. അപ്പൊ നാളെ മുതലാണ് നമ്മൾ അടുത്ത മെയിൻ വ്ളോഗിലേക്ക് കടക്കാൻ പോകുന്നത്. നാളെ മുതൽ ഒതന്റിക് ആയിരിക്കും. ഇന്നിപ്പോ ഒരു പ്രിയ മാത്രമാണ്. അപ്പൊ ഇന്നത്തെ ഉള്ളൂ. അത് ഞാൻ ഒരായി പറയൂ. അലീൻ്റെ അവിടെ, മാജിൻ്റെ അവിടെ, നമ്മുടെ ഗൈഡ് ഫ്രണ്ടിൽ എവിടെയോ ആണ്. ആ ഓക്കെ. മൂപ്പര് വേറെ പണിക്ക് പോയതാണ്. അപ്പം ഇന്ന് അത്രേ ഉള്ളൂ. നമുക്ക് ഇന്ന് മാക്സിമം സെറ്റാക്കാം. സിനിമാറ്റിക് ആണോ വേണ്ട നമുക്ക് ആലോചിക്കാം. ശരി എന്നാ, ബൈ ബൈ.